എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രയംഫ് ആൻഡ് സക്സസ് ആണ്. പേഷ്യൻസ്, ഫൗണ്ടേഷൻ, പാഷൻ, ക്രൗൺ ചക്ര. സൈക്കിൾ ചക്രയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഹാർമണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ട്രയംഫ് ആൻഡ് സക്സസ് ആണ്. ഒരുപാട് പൊരുതി നേടിയ ഒരു വിജയം കിട്ടുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ ഒരുപാട് കാത്തിരുന്നതായിരിക്കാം. ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയ ഒരു സമയം കഴിഞ്ഞിട്ട് വരുന്നൊരു സക്സസ് ആണ്. ശരിക്കും നിങ്ങൾ തീയിൽ കൊടുത്തതെന്ന് പറയുന്നത് പോലെ അത്രയും സ്ട്രഗിൾ ചെയ്തു ജീവിതത്തിൽ എന്നാണ് കാണുന്നത്. ആ സ്ട്രഗിളിന് ശേഷം നിങ്ങൾക്ക് വരുന്നൊരു സക്സസ് ആണിത്. അപ്പോൾ നിങ്ങളുടെ മാത്രം ഇത് വേറെ ആർക്കും ഇതിലൊരു പാർട്ടും ഇല്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ സ്വന്തം പ്രയത്നം കൊണ്ട് ചെയ്ത് അങ്ങനെ കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആണ് ഇതെന്ന് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കം. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഈസി അല്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയത്, ഈ ഒരു തുടക്കം കിട്ടിയത്, അല്ലെങ്കിൽ ഈ ഒരു ചാൻസ് കിട്ടിയത് ഒരിക്കലും ഈസി ആയിട്ട് നടന്നൊരു കാര്യമല്ല. നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തു എന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം, ഒരു പുതിയ തുടക്കം ഉണ്ടായ ഒരു ദിവസമാണെന്ന്. അപ്പോൾ പക്ഷേ നിങ്ങളത് കെയർഫുള്ളി അത് യൂസ് ചെയ്യണമെന്ന് കാണുന്നുണ്ട് ഈ ഇപ്പോഴത്തെ സാഹചര്യം. ഇതൊരു വാളാണ്, നിങ്ങൾ കണ്ടല്ലോ. ഈ വാള് നമുക്ക് എന്തിനു വേണ്ടിയിട്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു കാര്യം വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക, അത് മനസ്സിലൊന്ന് വയ്ക്കുക. പേഷ്യൻസ് ആണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് വളരെ ക്ഷമയോടെ കാത്തിരുന്നൊരു കാര്യമായിരിക്കാം അത്. അല്ലെങ്കിൽ ഇപ്പോഴും ചില ആൾക്കാർക്ക് ആ ഒരു ക്ഷമ ഇപ്പോഴും കുറച്ചുകൂടി വേണം എന്നും കാണുന്നുണ്ട്. കാരണം നിങ്ങളൊരു വിത്ത് നട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു, അത് മുള വരുന്നതും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അത് പക്ഷേ കുറേ കാലം അത് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പെട്ടെന്ന് വിത്ത് നട്ട ഉടനെ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഫലം കിട്ടിയില്ല എന്ന് കാണുന്നുണ്ട്. വളരെ കാലം കാത്തിരുന്നതിന് ശേഷം ആ കാത്തിരിപ്പിൻ്റെ എൻ്റെ ആയതിൻ്റെ ഫലകമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ഒരു വിജയം ഇന്നേ ദിവസം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ തന്നെ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ്. അപ്പം ഈ ഒരു കാര്യം എന്ന് പറയുമ്പം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു കാര്യമാണ് ഇത്. ചിലപ്പോൾ ചില ആൾക്കാർ ഒരു വീടിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു പണിയൊക്കെ തുടങ്ങുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കാം അത്. ആ വീട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കാം. ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ പിറകെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ അത് റിയാലിറ്റിയിലേക്ക് വന്നു എന്നാണ് കാണുന്നത്. പിന്നെ അത് നിങ്ങളുടെ പാഷനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചില ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് മനസ്സിൽ കൊണ്ടു നടന്നൊരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം നിങ്ങൾ മുൻകൈ എടുക്കുന്നു എന്നും കാണുന്നുണ്ട്. ക്രൗൺ ചക്രയാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വെളിപാട് പോലെ തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്റ്റീവ് ആണ് എന്ന് കാണുന്നുണ്ട്. സഹസ്രാര പത്മം. അപ്പോൾ ആ ഒരു നിങ്ങൾ മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ സഹസ്രാരത്തിലൂടെ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് അഫർമേഷൻ ചെയ്യുക പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മുടെ അറിയാലോ ഉച്ചിക്കലാണ് നമ്മുടെ ആ ഒരു നെറുകയിലാണുള്ളത് സഹസ്രാര ചക്രമുള്ളത്. അപ്പോൾ അതൊരു 1000 ഇതളുള്ള ഒരു താമരയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് 1000 ഇതളുള്ള ഒരു താമര വിടരുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അതിലൂടെ നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ എനർജി നമ്മൾ സ്വീകരിക്കുന്നു എന്ന് അഫർമേഷൻ ചെയ്ത് അതിരുന്ന് ആ എനർജി സ്വീകരിക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഫ്ലവറിങ് ആണ് പറഞ്ഞല്ലോ. നിങ്ങൾ ശരിക്കും ഇന്നീ ദിവസം നിങ്ങൾ വളരെയധികം സന്തോഷിക്കാനുള്ള ഒരു സമയമാണ്. കുറേ കാലത്തിന് ശേഷം ചിലപ്പോൾ മനസ്സ് തുറന്ന് നിങ്ങളൊന്ന് ചിരിക്കാനും ഒക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് പറ്റും. പാർട്ടിസിപ്പേഷനാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ പാസ്റ്റിലുള്ള ആരെങ്കിലും നിങ്ങളിലേക്ക് തിരികെ വരും, അതൊരു യൂണിയൻ ഉണ്ടാക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ അത് ചിലപ്പോൾ ഈ സക്സസ്സും ആയിരിക്കും. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് ആയി പോയ ഒരാൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ സത്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു സമയം കൂടിയായിരിക്കും അത് ചിലർക്ക്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അവർ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് പുറത്തൊന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നൊരു സമയമാണ്. എന്തായാലും ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നൊരു സമയമാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നേ ദിവസം ഉള്ളത്. കംപ്ലീഷനാണ്. അപ്പം നിങ്ങൾക്ക് ജീവിതം ഫുൾഫില്ലായി എന്നൊരു തോന്നലുണ്ട് ഇന്നേ ദിവസം. എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് നേടാൻ പറ്റി എന്നൊരു ചിന്ത ഇന്നേ ദിവസം നിങ്ങൾക്ക് വരും. കാരണം ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോയ ആൾക്കാരായിരിക്കാം. അപ്പോൾ മടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു ഏറ്റവും നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നുവെങ്കിൽ അതും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ലേസിനെസ്സാണ്. അപ്പോൾ വളരെ സന്തോഷമാണ്. ഇന്നേ ദിവസം നിങ്ങൾ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഏറ്റവും നല്ല സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാം മറന്ന് ആഘോഷിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ സൈലൻസ് ആണ്. അപ്പോൾ ഒരു സൈക്കിക് എബിലിറ്റി കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങൾക്ക്. അങ്ങനെ അല്ലെങ്കിൽ ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ടാകും നിങ്ങൾക്ക്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നേ ദിവസം നടക്കുന്ന കുറേയധികം കാര്യങ്ങൾ തന്നെ രാവിലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നൽ വരും, ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, ഇന്നേ ദിവസം ഈ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ ശരിക്കും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാൾ നിങ്ങളോട് ശരിക്കും ശത്രുത ഉള്ള ഒരാൾ ഒരു ശത്രുത ഇല്ലാത്ത പോലെ നിങ്ങളോട് ഒന്ന് പെരുമാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇന്ന് രാവിലെ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരും. കാരണം നിങ്ങളുടെ ആ ഒരു അവബോധം എന്ന് പറയുമല്ലോ, നമ്മളുടെ ആ ഒരു ബോധത്തിലേക്ക് വരുന്നൊരു സമയമാണ് ഇന്നേ ദിവസം. പിന്നെ നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ചെയ്യാൻ തോന്നുന്നു. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പിന്നെ ആകട്ടെ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്, റിസപ്റ്റിവിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിസീവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എനർജി വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ച് നിങ്ങളെ സ്വയം ഇട്ടിരുന്നതായാലും മറ്റൊരാൾ നിങ്ങൾക്ക് ഇട്ട് തന്നായാലും അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം നിങ്ങൾക്ക് തന്നതായാലും ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ചങ്ങലയൊക്കെ ഇട്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ചങ്ങലയൊക്കെ പൊട്ടിച്ച് നിങ്ങൾ വെളിയിൽ വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ലവേഴ്സ് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിയൻ ഉണ്ട് ഇന്നേ ദിവസം എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബ്രേക്കപ്പിലായിരുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷിക്കാം. ഒരു യൂണിയൻ്റെ സമയം കൂടിയാണ് അത്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു സമയമാണ് ടൈം. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നൊരു സമയം കൂടിയാണ്. കാരണം നിങ്ങൾ എഫേർട്ടിന് നിങ്ങൾ
ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് പോലെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയൊരു വിജയമാണ് ഇത്, ഈ ട്രയംഫന്റ് ആൻഡ് സക്സസ്. നിങ്ങൾ ചിലപ്പോൾ ഒരു 1 man ഷോ നടത്തിയതുമായിരിക്കാം. അത്രയും വേറെ ആരും സഹകരിച്ചില്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കുക. ആ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ നിങ്ങളെ ഇന്നും അഭിനന്ദിക്കാനും സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ആ കൂടൊക്കെ പൊട്ടിച്ച് ഒരു കൂട്ടിലിട്ടിരുന്ന് അങ്ങനെ നിങ്ങൾ വിഷമിച്ചിരുന്നുവെങ്കിൽ, സ്ട്രെസ്സിലായിരുന്നുവെങ്കിൽ, നിങ്ങളെ ഒന്ന് ഒരു ട്രാപ്പിലായിരുന്നുവെങ്കിൽ, ഒരു ജയിലിലിട്ട പോലെ ഇരുന്ന അവസ്ഥയിലായിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറിയിട്ട്, അതൊക്കെ നിങ്ങൾ സ്വയം ആ ഒരു ബ്ലോക്സ് ഒക്കെ മാറ്റി നിങ്ങളൊന്ന് ഫ്രീ ആകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. വളരെ ഹാപ്പിയാണ് ഇന്ന്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. വളരെ ഹാപ്പിയാണ്. നിങ്ങൾ ജീവിതം എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം. ഇപ്പോൾ ശരിക്കും നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ട്രയംഫന്റ് ആൻഡ് സക്സസ് അതും പറയാം. വളരെ കഠിനമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനെ എടുക്കും എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കാം. അപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ പലപ്പോഴും മാറുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി നിങ്ങളത് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വ്യക്തി നിങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നപ്പോൾ, അപ്പോൾ മറ്റുള്ളൊരാളെ വേദനിപ്പിക്കണം എന്നല്ല, പക്ഷേ നിങ്ങളത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തു എന്ന് കാണുന്നുണ്ട്. അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവ്യ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.